ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. ഷൊർണൂർ നഗരസഭ നടപ്പാക്കുന്ന ഭാരതപ്പുഴ പുനരുജ്ജീവനവും സൗന്ദര്യവൽക്കരണവും പദ്ധതി മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയുടെ നിർവഹണ ചുമതല ഏൽപ്പിച്ച വിശ്വാസ്യത അഭിനന്ദനാർഹമാണ്. സമയബന്ധിതമായി നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അതിനാവശ്യമായ ഫണ്ടിൻ്റെ ലഭ്യത ഒരു സ്പെഷ്യൽ അസിസ്റ്റൻസ് ഫണ്ടാണ്. ആ ഫണ്ട് 20 കോടി രൂപയായിരുന്നെങ്കിൽ അതിൻ്റെ ആദ്യഘട്ടം 5 കോടി ലഭിച്ചപ്പോൾ അത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഡിപ്പോസിറ്റ് ചെയ്ത് ഈ വർക്ക് ഏറ്റെടുത്ത് നടത്താൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനോട് നിങ്ങൾ കാണിച്ച വിശ്വസ്തത ആദ്യമായി ഞങ്ങൾ പറയുന്നത് കൃത്യമായും പറയുന്ന സമയത്തും ഈ പ്രവൃത്തി പൂർത്തീകരിക്കാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് കർക്കശമായ നടപടി സ്വീകരിക്കും എന്നാണ് ആദ്യമേ എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്. പി മമ്മിക്കുട്ടി MLA അധ്യക്ഷനായി. നഗരസഭാധ്യക്ഷൻ MK ജയപ്രകാശ്, ഉപാധ്യക്ഷ P സിന്ധു, ഇറിഗേഷൻ വിഭാഗം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഡോക്ടർ PS കോശി, കോഴിക്കോട് NIT ഡയറക്ടർ പ്രൊഫസർ പ്രസാദ് കൃഷ്ണ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ SG മുകുന്ദൻ, ഫാത്തിമത്ത് ഫർസാന, K കൃഷ്ണകുമാർ, P ജിഷ, KM ലക്ഷ്മണൻ എന്നിവർ സംസാരിച്ചു. നഗരസഭയിലെ സ്പെഷ്യൽ അസിസ്റ്റൻസ് ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. കേന്ദ്ര സർക്കാർ നൽകുന്ന ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കുന്ന പദ്ധതിയിൽ കേന്ദ്രത്തെ പരാമർശിച്ചില്ലെന്നാരോപിച്ച് BJP കൗൺസിലർമാർ പരിപാടി ബഹിഷ്കരിച്ചു. കേന്ദ്രം നൽകുന്ന ഫണ്ടുകൾ സ്വന്തമാക്കുകയാണെന്ന യുവമോർച്ച സംസ്ഥാന ഉപാധ്യക്ഷനും കൗൺസിലറുമായ EP നന്ദകുമാർ ആരോപിച്ചു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.